ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൊട്ടേഷൻ മെട്രിക്സ് എന്താണെന്ന് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ കണ്ടിന്യൂഷനാണ് വരുന്നത്. റൊട്ടേഷൻ മെട്രിക്സ് ആർ ഇസ് ഈക്വൽ ടു മെട്രിക്സ് ഐ എക്സ് ഐ യു, ഐ എക്സ് ജെ വി, ഐ എക്സ് കെ ഡബ്ല്യു, ജെ വൈ ഐ യു, ജെ വൈ ജെ വി, ജെ വൈ കെ ഡബ്ല്യു, കെ സെഡ് ഐ യു, കെ സെഡ് ജെ വി, കെ സെഡ് കെ ഡബ്ല്യു. ഇത് നമ്മൾ ഡെറൈവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒബ്ജക്റ്റിൻ്റെ ഫ്രെയിം എക്സ് വൈ സെഡ് ഫ്രെയിം കൺസിഡർ ചെയ്തു. അതിൻ്റെ ഒരു പോയിൻ്റ് പി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഒബ്ജക്റ്റിന് ഒരു തീറ്റ ആംഗിളിൽ അതിനൊരു റൊട്ടേഷൻ സംഭവിച്ചപ്പോൾ അപ്പോൾ അവിടെ ഒരു പുതിയൊരു ഫ്രെയിം കിട്ടി, യു വി ഡബ്ല്യു ഫ്രെയിം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെക്റ്റർ പി ഇൻ ടേംസ് ഓഫ് എക്സ് വൈ സെഡും വെക്റ്റർ പി ഇൻ ടേംസ് ഓഫ് യു വി ഡബ്ല്യു അത് തമ്മിലുള്ള ഒരു റിലേഷനായിട്ടാണ് നമുക്ക് റൊട്ടേഷൻ മെട്രിക്സ് കിട്ടിയിട്ടുള്ളത്. അതായത് പി എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു പി യു വി ഡബ്ല്യു. ഇതിൽ ആറാണ് റൊട്ടേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൊട്ടേഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും ആ റൊട്ടേഷൻ ഏത് ആക്സിസിലൂടെയാണ് റൊട്ടേഷൻ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ ആ റൊട്ടേഷൻ റൊട്ടേഷൻ്റെ എഫക്റ്റ് എക്സ് വൈ സെഡ് 3 ആക്സിസുകളെയും ബാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്പെഷ്യൽ കേസുകളായിട്ട് പരിഗണിക്കുകയാണ്. റൊട്ടേഷൻ എലോങ് എക്സ് ആക്സിസും റൊട്ടേഷൻ എലോങ് വൈ ആക്സിസും റൊട്ടേഷൻ എലോങ് സെഡ് ആക്സിസും. ഈ ഓരോ ആക്സിസിലൂടെയും സ്പെഷ്യലായിട്ട് റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് ഈ റൊട്ടേഷൻ മെട്രിക്സിന് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഇനി നമ്മൾ പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് റൊട്ടേഷൻ എലോങ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ നമുക്കിതുപോലെ ഒരു ഒബ്ജക്റ്റാണ് ഈ കാണുന്ന, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിന് ഇവിടെ നമ്മൾ സപ്പോസ് ഒരു റൊട്ടേഷൻ സംഭവിച്ചു എന്ന് നമ്മൾ സപ്പോസ് ചെയ്യണം. ഇപ്പോൾ റൊട്ടേഷൻ സംഭവിക്കുന്ന സമയത്ത് ഇതിനൊരു എക്സ് ആക്സിസിലാണ് റൊട്ടേഷൻ സംഭവിക്കുന്നത്. എക്സ് ആക്സിസ് ഇതിവിടെ എക്സ് ആക്സിസ് ആണ്. ഈ റൊട്ടേഷൻ എലോങ് എക്സ് ആക്സിസ് ആകുമ്പോൾ അതിനെ റൊട്ടേറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതുപോലെ ഒരു സ്ട്രക്ചർ കിട്ടിയെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ ഡോട്ട് ചെയ്തിട്ടുള്ള മുമ്പുണ്ടായിരുന്ന ഒബ്ജക്റ്റിന് റൊട്ടേഷൻ എലോങ് എക്സ് ആക്സിസ് സംഭവിച്ചപ്പോൾ അതിൻ്റെ പുതിയ റൊട്ടേറ്റഡ് സ്ട്രക്ചറാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ കിട്ടിയിട്ടുള്ള പുതിയ ഫ്രെയിമിനെ നമ്മൾ യു വി ഡബ്ല്യു അങ്ങനെ പുതിയ ഒരു യു വി ഡബ്ല്യു ഫ്രെയിം നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ റൊട്ടേഷൻ എലോങ് എക്സ് ആക്സിസ് ആയതുകൊണ്ട് എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് ഇതിൻ്റെ യു ആക്സിസ് വരുന്നത്. അപ്പോൾ എക്സും യുവും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ റൊട്ടേഷൻ എലോങ് എക്സ് ആക്സിസ് ഫോർ ആൻ ആംഗിൾ തീറ്റ അങ്ങനെ വരുന്ന സമയത്ത് വൈ ആക്സിസും വി ആക്സിസും തമ്മിലുള്ള ആംഗിൾ തീറ്റ ആയിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ് സെഡ് ഡബ്ല്യു ആക്സികൾ തമ്മിലുള്ള ആംഗിളും തീറ്റ ആയിരിക്കും വരിക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ റൊട്ടേഷൻ മെട്രിക്സിൻ്റെ ഫസ്റ്റ് ടേം വരുന്നത് ഐ എക്സ് ഐ യു ആണ്. ഐ എക്സ് ഐ യു എന്ന് പറയുമ്പോൾ അത് ഡോട്ട് പ്രൊഡക്റ്റാണ്. ഐ എക്സ് ഡോട്ട് ഐ യു ആണ് വരുന്നത്. ഐ എക്സ് ഡോട്ട് ഐ യു. അപ്പോൾ ഐ എക്സ് ഡോട്ട് ഐ യു ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റയാണ്. അപ്പോൾ ഐ എക്സ് ഐ യു കോസ് തീറ്റയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഐ എക്സിൻ്റെയും ഐ യുവിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആംഗിൾ എത്രയാണ് വരുന്നത്? ബിക്കോസ് യു ആക്സിസും എക്സ് ആക്സിസും ഒരേ പ്ലെയിനിലാണ്. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രിയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ എക്സ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ യു ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ എക്സ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ യു ഇൻറ്റു കോസ് തീറ്റ. തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ എക്സ് എന്ന് പറയുമ്പോൾ അതെന്താ വരിക? 1 ആണ് വരിക. യൂണിറ്റ് വെക്ടർ അല്ലേ. 1 ഇൻറ്റു കോസ് 0 ഡിഗ്രി ഈക്വൽ ടു 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഈക്വൽ ടു 1. സിമിലർലി ഇതിൻ്റെ ഓരോ ടേംസും നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഐ എക്സ് അടുത്ത ടേം വരുന്നത് ഐ എക്സ് ജെ വി ആണ്. ഐ എക്സ്
ജെ വി ആണ്, IXJV. നമ്മൾ റൊട്ടേഷൻ ഇവിടെ സംഭവിക്കുമ്പോൾ, റൊട്ടേഷൻ അലോങ് എക്സ് ആക്സിസ് സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മുടെ പ്രീവിയസ് ഫ്രെയിം എക്സ് ആക്സിസും പുതിയ റൊട്ടേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള പുതിയ ഫ്രെയിമിൻ്റെ യു ആക്സിസും ഒരേ പ്ലെയിനിലാണ് വരിക. എന്നാൽ ഇപ്പോൾ എക്സും യുവും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. എന്നാൽ എക്സും വിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ് വരിക. എക്സും സെഡും തമ്മിലുള്ള ആംഗിളും 90 ഡിഗ്രിയാണ് വരിക. ഓക്കെ, വൈയും വിയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ, സെഡും ഡബ്ല്യുവും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അതുപോലെ IXJV is equal to magnitude of IX into magnitude of JV into cos theta. ഇവിടെ IXും JVയും തമ്മിലുള്ള ആംഗിൾ, എക്സും വിയും തമ്മിലുള്ള ആംഗിൾ എന്താ വരുന്നത്? എക്സും വിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. കോസ് തീറ്റ കോസ് 90 ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ പിന്നെ 1 into 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ IXJV ഈസ് ഈക്വൽ ടു 0 വരും. ഇതുപോലെ റൊട്ടേഷൻ മെട്രിക്സിലുള്ള ഓരോ ടേം നമ്മൾ പരിഗണിക്കുമ്പോൾ IX ഡോട്ട് KW നമുക്ക് 0 കിട്ടും, JYIU ഇസ് ഈക്വൽ ടു 0 കിട്ടും, JYJV ഇസ് ഈക്വൽ ടു വൈയും വിയും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. അപ്പോൾ 1 into cos theta ഇസ് ഈക്വൽ ടു cos theta കിട്ടും. JYKW വൈയും ഡബ്ല്യുവും തമ്മിലുള്ള ആംഗിൾ, വൈ ആക്സിസും W ആക്സിസും തമ്മിലുള്ള ആംഗിൾ വരുന്നത് വൈ ഇവിടെയാണ്, W ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇസ് ഈക്വൽ ടു 90 പ്ലസ് തീറ്റയാണ് വരിക. അപ്പോൾ കോസ് 90 പ്ലസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് JYKW ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ വരും. KZIU ഇസ് ഈക്വൽ ടു 0, KZJV ഇസ് ഈക്വൽ ടു 90 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ, KZKW കോസ് തീറ്റ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മുടെ റൊട്ടേഷൻ മെട്രിക്സ്, ഈ റൊട്ടേഷൻ മെട്രിക്സിന് നമുക്ക് ഇപ്പോൾ പുതിയ റൊട്ടേഷനൽ എക്സ് ആക്സിസ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂസ് നമ്മൾ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വാല്യൂസൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് 1 0 0 0 കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ 0 സൈൻ തീറ്റ കോസ് തീറ്റ ഇങ്ങനെ ഒരു മെട്രിക്സ് നമുക്ക് കിട്ടും. ഇതാണ് റൊട്ടേഷൻ മെട്രിക്സ് വെൻ ദ റൊട്ടേഷൻ ഈസ് അലോങ് എക്സ് ആക്സിസ്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് റൊട്ടേഷൻ മെട്രിക്സിനെ ഇത് ഏത് ആക്സിസിലൂടെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യം റൊട്ടേഷൻ മെട്രിക്സിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടില്ല. അതിൻ്റെ റൊട്ടേഷൻ എഫക്റ്റ് 3 ആക്സിസിലുണ്ടാവും. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ കേസായിട്ട് പരിഗണിക്കുകയാണ് റൊട്ടേഷൻ അലോങ് എക്സ് ആക്സിസ്. റൊട്ടേഷൻ അലോങ് എക്സ് ആക്സിസ് പരിഗണിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മുമ്പുണ്ടായിരുന്ന ഒബ്ജക്റ്റ് അതിൻ്റെ XYZ ഫ്രെയിം നമുക്ക് പുതിയത് അതിന് റൊട്ടേഷൻ അലോങ് എക്സ് ആക്സിസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആക്സിസ് എക്സ് ആക്സിസിലാണ് വരിക ബൈ ആൻ ആംഗിൾ തീറ്റ. അപ്പോൾ നമുക്ക് പുതിയൊരു നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ സ്ട്രക്ചർ ഇതിൻ്റെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഫ്രെയിമാണ് UVW. ആ ഫ്രെയിം വെച്ചിട്ട് നമ്മൾ ആ റൊട്ടേഷൻ മെട്രിക്സിലെ ഓരോ ടേമിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടി. അതിന് സബ്മിറ്റ് ചെയ്തപ്പോൾ നമുക്ക് റൊട്ടേഷൻ അലോങ് എക്സ് ആക്സിസ് അതിൻ്റെ റൊട്ടേഷൻ മെട്രിക്സിൻ്റെ എക്സ്പ്രഷൻ കിട്ടുന്നു. അപ്പോൾ നമ്മുടെ പ്രീവിയസ് എക്സ്പ്രഷൻ PXYZ ഇസ് ഈക്വൽ ടു റൊട്ടേഷൻ മെട്രിക്സ് ഇൻറ്റു PUVW എന്ന എക്സ്പ്രഷൻ ഉണ്ട്. എന്നിട്ട് ഇതിനെ മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതുകയാണെങ്കിൽ PX PY PZ മെട്രിക്സ് PX PY PZ ഇസ് ഈക്വൽ ടു നമ്മുടെ റൊട്ടേഷൻ മെട്രിക്സിന് ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യാം. 1 0 0 0 കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ 0 സൈൻ തീറ്റ കോസ് തീറ്റ ഇൻറ്റു മെട്രിക്സ് PUVWനെ PU PV PW എന്ന് എഴുതാം. ഇനി ഈ മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മെട്രിക്സിനെ ഇക്വേഷൻ ഫോർമാറ്റിലോട്ട് ആക്കാൻ പറ്റും. PX ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു PU പ്ലസ് 0 ഇൻറ്റു PV പ്ലസ് 0 ഇൻറ്റു PW. അതുപോലെ PY ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു PU പ്ലസ് കോസ് തീറ്റ ഇൻറ്റു PV പ്ലസ് മൈനസ് സൈൻ തീറ്റ ഇൻറ്റു PV. അതുപോലെ PZ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ PXനും PYക്കും PZനും ഓരോ എക്സ്പ്രഷൻസ് കിട്ടും. ദാറ്റ് ഈസ് PX ഇസ് ഈക്വൽ ടു PU, PY ഇസ് ഈക്വൽ ടു PV കോസ് തീറ്റ മൈനസ് PW സൈൻ തീറ്റ, PZ ഇസ് ഈക്വൽ ടു PV സൈൻ തീറ്റ പ്ലസ് PW കോസ് തീറ്റ.
നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റൊട്ടേഷൻ അലോങ് വൈ ആക്സിസ് ആണ്. വൈ ആക്സിസ്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് ഈ ഡോട്ടഡ് ലൈനിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഫ്രെയിം എക്സ് വൈ സെഡ് ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി അതിൽ റൊട്ടേഷൻ അലോങ് വൈ ആക്സിസ്, വൈ ആക്സിസിലൂടെ ഒരു റൊട്ടേഷൻ സംഭവിക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ ആക്സിസ് ഞാൻ വൈ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരക്കുമ്പോൾ ഇവിടെ റൊട്ടേഷൻ, ഈ റൊട്ടേഷൻ ഇങ്ങോട്ട് വരക്കുമ്പോൾ അത് അലോങ് വൈ ആക്സിസ് ആവുള്ളൂ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ നമ്മുടെ ഒബ്ജക്റ്റ് ഇങ്ങനെയാണുള്ളത്. ഓക്കെ, അപ്പോൾ റൊട്ടേഷൻ അലോങ് വൈ ആക്സിസ് തീറ്റ എന്നൊക്കെ പകരം നമ്മൾ ഫൈ എന്നെടുക്കുന്നു. റൊട്ടേഷൻ അലോങ് എക്സ് ആക്സിസ് തീറ്റ, റൊട്ടേഷൻ അലോങ് വൈ ആക്സിസിന് ഫൈ, അതുപോലെ റൊട്ടേഷൻ അലോങ് ഇസഡ് ആക്സിസിന് നമുക്ക് സൈ എന്ന് കൊടുക്കാം. ഓക്കെ, അതവിടെ പറയാം. ഇതാണ് നമ്മുടെ ഫ്രെയിം വരുന്നത്. ഇതിൻ്റെ എക്സ് വൈ സെഡ് ഫ്രെയിമുകൾ, അതുപോലെ തന്നെ റൊട്ടേറ്റഡ് ഒബ്ജക്റ്റിൻ്റെ ഫ്രെയിം യു വി ഡബ്ല്യു ആണ്. അപ്പോൾ വൈ ആക്സിസിലൂടെയാണ് റൊട്ടേഷൻ ആയതുകൊണ്ട് അതിൻ്റെ വി ആക്സിസും വൈ ആക്സിസും നമ്മൾ പാരലാക്കി വെക്കുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് വിയും വൈയും തമ്മിലുള്ള ആംഗിൾ 0 ആയിരിക്കും വരിക. അതുപോലെ വൈയും എക്സും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ് വരിക. വൈയും സെഡും തമ്മിലുള്ള ആംഗിളും 90 ഡിഗ്രിയാണ് വരിക. എക്സും യുവും തമ്മിലുള്ള ആംഗിൾ സൈ വരും, ഫൈ, ആംഗിൾ ഫൈ. അതുപോലെ സെഡും ഡബ്ല്യുവും തമ്മിലുള്ള ആംഗിളും ഫൈ വരും. അപ്പോൾ നമ്മുടെ റൊട്ടേഷൻ മെട്രിക്സിൻ്റെ എക്സ്പ്രഷൻസ് ഇതുപോലെ ഈ റൊട്ടേഷൻ മെട്രിക്സിലെ ഓരോ ടേംസും നമ്മൾ കാണണം. ഐ എക്സ് ഡോട്ട് ഐ യു ഓരോന്നിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് കണ്ടു നോക്കാം. അതിൽ ഐ എക്സ് ഡോട്ട് ഐ യു നമുക്ക് കോസ് തീറ്റ, ഐ എക്സ് ജെ വി 0, ഐ എക്സ് കെ ഡബ്ല്യു മൈനസ് സൈൻ തീറ്റ, ജെ വൈ ഐ യു 0, ജെ വൈ ജെ വി 1, ജെ വൈ കെ ഡബ്ല്യു 0, കെ സെഡ് ഐ യു മൈനസ് സൈൻ തീറ്റ, കെ സെഡ് ജെ വി 0, കെ സെഡ് കെ ഡബ്ല്യു നമുക്ക് കോസ് തീറ്റ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷനകത്ത് റൊട്ടേഷൻ മാട്രിക്സിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റൊട്ടേഷൻ മാട്രിക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ 0 മൈനസ് സൈൻ തീറ്റ 0 1 0 മൈനസ് സൈൻ തീറ്റ 0 സൈൻ തീറ്റ എന്ന് കിട്ടും. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ റൊട്ടേഷൻ മാട്രിക്സ് വെൻ ദ റൊട്ടേഷൻ ഈസ് അലോങ് വൈ ആക്സിസ്. പിന്നെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ പി എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു പി യു വി ഡബ്ല്യു ആണ്. അപ്പോൾ അതിനെ മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതുമ്പോൾ മെട്രിക്സ് പി എക്സ് പി വൈ പി സെഡ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് റൊട്ടേഷൻ മെട്രിക്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇൻറ്റു മെട്രിക്സ് പി യു പി വി പി ഡബ്ല്യു. ഇതിനെ ഇക്വേഷനാക്കി മാറ്റുന്ന സമയത്ത് മൾട്ടിപ്പിൾ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ പി എക്സ് ഈസ് ഈക്വൽ ടു പി യു കോസ് സൈ പ്ലസ് മൈനസ് പി ഡബ്ല്യു സൈൻ ഫൈ, പി വൈ ഈസ് ഈക്വൽ ടു പി വി, പി സെഡ് ഈസ് ഈക്വൽ ടു മൈനസ് പി യു സൈൻ ഫൈ പ്ലസ് പി ഡബ്ല്യു കോസ് ഫൈ എന്ന് കിട്ടും. ഇതുപോലെ നമുക്ക് റൊട്ടേഷൻ അലോങ് ഇസഡ് ആക്സിസും കൂടെ കൺസിഡർ ചെയ്യണം. റൊട്ടേഷൻ അലോങ് ഇസഡ് ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ നേരത്തെ കണ്ട പോലെ തന്നെ റൊട്ടേഷൻ ആക്സിസിനെ നമ്മൾ എന്ത് ചെയ്യും, ഇസഡ് ആക്സിസ് ആക്കി മാറ്റും. ഇസഡ് ആക്സിസിലൂടെ ആയിരിക്കും ഡബ്ല്യു ആക്സിസ് ഉണ്ടാവുക. അപ്പോൾ ഇസഡ് ആക്സിസും യുവും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്, ഇസഡും വിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്, ഇസഡും വൈയും തമ്മിലുള്ള ആംഗിളും 90 ഡിഗ്രിയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് സെഡും ഇത് എക്സ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്. എക്സും യുവും തമ്മിലുള്ള ആംഗിൾ സൈ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്, സൈ. അതുപോലെ തന്നെ വിയും വൈയും തമ്മിലുള്ള ആംഗിളും സൈ ആണ്. ഇനി ഈ റൊട്ടേഷൻ മാട്രിക്സിനകത്ത് നമ്മൾ ഓരോന്നിൻ്റെ വാല്യൂസ് സബ്മിറ്റ് ചെയ്യാം. ഓരോന്നിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് മുകളിൽ കണ്ട പോലെ നമ്മൾ ചെയ്യുക. അപ്പോൾ ഐ എക്സ് ഐ യു ഇസ് ഈക്വൽ ടു കോസ് സൈ, ഐ എക്സ് ജെ വി ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ സൈ, ഐ എക്സ് കെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0, ജെ വൈ ഐ യു ഇസ് ഈക്വൽ ടു സൈൻ സൈ, ജെ വൈ ജെ വി ഇസ് ഈക്വൽ ടു കോസ് സൈ, ജെ വൈ കെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0, പിന്നെ കെ സെഡ് ഐ യു ഇസ് ഈക്വൽ ടു 0, കെ സെഡ് ജെ വി ഇസ് ഈക്വൽ ടു 0, കെ സെഡ് കെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1.
അപ്പോൾ നമുക്ക് റൊട്ടേഷൻ മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് റൊട്ടേഷൻ മെട്രിക്സ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് കോസൈ മൈനസ് സൈൻ സൈ 0 സൈൻ സൈ കോസൈ 0 0 0 1 ഇങ്ങനെ ഒരു മെട്രിക്സ് നമുക്ക് കിട്ടും. ഇനി ആ മെട്രിക്സിനെ നമ്മൾ നേരത്തെ പി എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു പി യു വി ഡബ്ല്യു അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പ്രഷൻസ് കിട്ടും. പി എക്സ് is equal to pu cos psi minus pv sin psi, py is equal to pu cos psi plus pv cos psi, pz is equal to pw. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റൊട്ടേഷൻ മെട്രിക്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മളിത് തുടക്കം ഹോമോജീനിയസ് ട്രാൻസ്ഫോർമേഷൻസ് ആയിരുന്നു. ഹോമോജീനിയസ് ട്രാൻസ്ഫോർമേഷൻസിൽ 2 തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് പരിചയപ്പെട്ടിട്ടുണ്ട് മുമ്പ്. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ആ ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ റൊട്ടേഷൻ ടൈപ്പ് ആണെങ്കിൽ റൊട്ടേഷൻ മെട്രിക്സ് നമ്മൾ ഡിറൈവ് ചെയ്തു. ആ റൊട്ടേഷൻ മെട്രിക്സിൻ്റെ 3 കേസുകളാണ് ഇപ്പോൾ കൺസിഡർ ചെയ്തത്. റൊട്ടേഷൻ അലോങ് എക്സ് ആക്സിസും റൊട്ടേഷൻ അലോങ് വൈ ആൻഡ് റൊട്ടേഷൻ അലോങ് ഇസഡ് ആക്സിസ്. ഓരോ ആക്സിസിലൂടെ ഉണ്ടാവുന്ന നമുക്ക് റൊട്ടേഷൻ കേസിലെയും റൊട്ടേഷൻ മെട്രിക്സിൻ്റെ എക്സ്പ്രഷനും നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.